മറ്റേ സേവ് ആയി പോയി. അല്ല ആ ഫോട്ടോ ഇല്ലെന്ന് വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടല്ലേ. ഉണ്ട് വെള്ളം കുടിച്ചോളൂ. അതുകൊണ്ട് മാറിക്കടാ ഫ്രെയിമിന്ന് മാറ അപ്പൂസിന്റെ മനോഹരമായ ബാറ്റിംഗ് നമ്മളോട് കണ്ടിരിക്കുന്നത്. ഭാഗ്യം എന്ന് പറയട്ടെ, അപ്പൂസ് അവിടെ ഓടിക്കയറിയിരിക്കുകയാണ്. അപ്പൂസിന്റെ കാലിന് എന്തോ പറ്റിയിരിക്കുകയാണ്. ഞങ്ങളുടെ സ്റ്റാർ ബാറ്റ്സ്മാന്റെ കാലിന് പരിക്ക് പറ്റിയിരിക്കുകയാണ്. അദ്ദേഹം ഞൊണ്ടി കിണറിനവിടെ പോയിരിക്കുക. ഈ ചെറുക്കൻ പിന്നെ വന്നല്ലോ ഫ്രെയിമിന്റെ അകത്ത്. അതെ, നീ ഫ്രെയിമിന്റെ അന്ന് മാറിക്ക്. അപ്പൂസ് ഞൊണ്ടി ഇപ്പുറത്ത് വരുന്ന അപ്പൂസിനെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൂസ് അദ്ദേഹത്തിന് അങ്ങേ കാണുമ്പോൾ അറിയാം സിക്സ് ആണ്. സിക്സ് അടിക്കാൻ വെമ്പി നിൽക്കുന്ന അപ്പൂസും അത് വാങ്ങിക്കൂട്ടാൻ വെമ്പി നിൽക്കുന്ന ഉണ്ണിയും. അപ്പൂസിന്റെ കാറ്റ് കാരണം സഹാറ മരുഭൂമിയിലെ മണൽത്തരികൾക്ക് വരെ കാറ്റടിച്ചിരിക്കുകയാണ്. ഇതാ എതിർ ടീമിന്റെ ക്യാപ്റ്റനുമായി അപ്പൂസ് എന്തോ രഹസ്യം പങ്കുവയ്ക്കുന്നു. കോഴയാണെന്നാണ് ഞങ്ങളുടെ ബലമായ സംശയം. അപ്പൂസ് വീണ്ടും അപ്പൂസിന്റെ ബലിഷ്ടമായ കരങ്ങൾ കൊണ്ടുള്ള അതിമനോഹരമായ ഒരു ഷോട്ടാണ് കണ്ടത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, പന്ത് ബാറ്റിൽ കൊണ്ടില്ല. ഈ പന്തങ്ങളിൽ ഞാൻ കൊള്ളിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൂസ്. വീണ്ടും നിർഭാഗ്യം. റൈഡാണെന്ന് വല്ലെന്ന് നോക്കി ഇവിടെ തർക്കങ്ങൾ വരികയാണ്. അപ്പൂസ് അതിമനോഹരമായ ഷോട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒന്നും ബാറ്റിൽ കൊണ്ടുവന്നില്ല. അപ്പൂസിനെ തിരിച്ചു കളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ. അതുകൊണ്ട് ഇത് അപ്പൂസ് സിക്സ് അടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും പോയില്ല, ഒന്നും നടന്നില്ല. ഒരു സിംഗിൾ വേണ്ട, അത് അവന്റെ ആക്ടിങ് ആയിരുന്നു. അവൻ പന്ത് കണ്ടിട്ട് അവൻ പന്ത് അഭിനയിക്കുകയായിരുന്നു. ആരൊക്കെ അങ്ങനെയൊക്കെ വരും മനുഷ്യനെ. വീണ്ടും മനോഹരമായ ഒരു ഷോട്ട്. വേണ്ട, ഇളവരെ ഏത് പന്ത് കണ്ടെടുത്തിരിക്കുകയാണ്. അപ്പൂസിനെ തിരിച്ചു വിളിക്കുകയാണ്. എന്നാൽ അപ്പൂസ് വരാൻ കണക്കാക്കുന്നില്ല. കന്നിനെ കയം കാണിക്കരുത് എന്ന് പറയുന്ന പോലെ അപ്പൂസിന് ബാറ്റിംഗ് കൊടുക്കരുത് എന്ന് ഇവിടെ ഇപ്പോൾ നമ്മുടെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതാ നാളെപ്പള്ളിയിൽ അമൽ ആണ് അടുത്തായി ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അമൽ പല ഷോട്ട് കളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും വലിക്കുന്നില്ല. എതിർ ടീമിന്റെ ക്യാപ്റ്റൻ തന്നെ ബോളിംഗിലേക്ക് വന്നിരിക്കുകയാണ്. എതിർ ടീമിന്റെ ക്യാപ്റ്റൻ സൂപ്പർ ഷോട്ടിലൂടെ ഒരു സിക്സ് നേടിയിരിക്കുകയാണ്. അവൻ ഞങ്ങളുടെ ക്യാപ്റ്റൻ എതിർ ടീമിലെ കുട്ടികളെ കളിക്കുന്നതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അദ്ദേഹത്തിന്റെ പന്തടിച്ചു കളഞ്ഞ വിഷമത്തിൽ വെമ്പി നിൽക്കുന്ന അദ്ദേഹത്തിനോട് നാളത്തെ കളിയുടെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം രോഷാവിലായിരിക്കും നമ്മൾ കാണുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ക്രൂരമായ രോഷാകുലമായ വാക്കുകൾക്ക് അടിമപ്പെട്ടു പോയ കുട്ടി. അവന്റെ ചിരി കണ്ടു. ആ ചിരിക്ക് നമ്മൾ കൊടുക്കും 1000 രൂപ. ജിത്തു മണ്ണിൻ ചാരിയുന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറയുന്ന പോലെ മരത്തിൻ ചാരിയുന്നവൻ കീപ്പറായിരിക്കുന്നു എന്നുള്ള ഇതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കുറെ കാര്യം നിങ്ങൾ തന്നെ പറയുന്നത്. അതെ, അവൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജഭരണമായിരുന്നു ലങ്ക വയ്ക്കേണ്ട ജിത്തു. ഒരു കാലത്തിന്റെ എപ്പോഴും അതിന്റെ ഉണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടനെതിരെ രോക്ഷാവലിനായി തിരിയുന്ന ക്യാപ്റ്റൻ ഇതാ ഔട്ടായിരിക്കുകയാണ്. നമ്പർ 6 പവലിനായിട്ട് തിരിച്ചു വരുന്ന അമലിനെയാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുവരാജാവ് ജിത്തു. ഒരു ബോളെങ്കിലും ബാറ്റ് ചെയ്യാൻ വേണ്ടി കെഞ്ചുന്ന പ്രണവിനെയാണ് നാം ഇവിടെ കാണുന്നത്. നീ കഴിഞ്ഞ ബാറ്റ് ചെയ്യലല്ലോ കരുതന്നെ. ഇതാ നമ്പർ 6 വീണ്ടും പ്രണവിന്റെ തിരിച്ചറിവാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പവനിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്.
ഗോവിന്ദത്തിലെ ഗോവിന്ദൻ ഗോവിന്ദത്തിലെ ഗോവിന്ദൻ ഗോവിന്ദത്തിലെ ഗോവിന്ദൻ ഗോവിന്ദനാണ് അടുത്ത ബാറ്റ് ചെയ്യാൻ പോകുന്നത്. ഓ ഫസ്റ്റ് ബോളിൽ ഷോട്ട് അടിച്ചുകൊണ്ട് അതാ ഇളവരെ യദുവിനെ കബളിപ്പിച്ചുകൊണ്ട് പന്ത് വീണ്ടും മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. 2 ഓടുകയാണ് ഗോവിന്ദൻ 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 വീണ്ടും 3 ഓടാൻ വരെ തയ്യാറായാണ് നിൽക്കുന്നത്. ഇതാ 3 ഓടിയിരിക്കുന്നു. അയ്യോ ഗോവിന്ദൻ ഔട്ടായിരിക്കുന്നു. ഗോവിന്ദന്റെ ആക്രാന്തം ഗോവിന്ദനെ ചതിച്ചിരിക്കുന്നു. ആക്രാന്തി ഗോവിന്ദൻ ഇതാ പവനിലേക്ക് തിരിച്ചു വരികയാണ്. എന്നോട് ഫ്രെയിമിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഗോവിന്ദൻ സന്ദർശകനായ ഗോവിന്ദൻ ഇതാ പവനിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനിരാശാജനകമായ ഒരു കാഴ്ചയാണ്. ഇതാ സ്വന്തം ടീം ഔട്ടാകാൻ വേണ്ടി രൂപക് അല്ല രൂപക്കിനുണ്ട് ദീപക്. ഇവിടെ ചേട്ടനും അനിയനും തമ്മിൽ അതിവാശിയേറിയ മത്സരമാണ് കാണുന്നത്. അനിയൻ പൊന്തക്കാട്ടിൽ നിന്ന് പന്ത് പോയി പൊങ്ങി വരുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഒരു സമയമല്ല എന്നുറക്കം പ്രഖ്യാപിച്ചുകൊണ്ടിതാ വിശാൽ ഫേസ്ബുക്ക് വിശാൽ വിശാൽ മനോഹര വാരിക്കാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ പന്ത് മിസ്സായിരിക്കുകയാണ്. എന്നാൽ അടുത്ത പന്ത് ഉറപ്പായും ഞാൻ 6 അടിക്കുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് വിശാൽ ക്രീസിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണോ. വിശാലിന്റെ അടുത്ത വീശാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറ് തോളയിൽ കൂടെ ഇറങ്ങി പോകുന്നു ജിത്തു. കാല് കിട്ടുന്നുണ്ട്. ഇതാ പുല്ലാപ്പള്ളി ജിത്തിന്റെ ആദ്യ ബോൾ തന്നെ ബൗണ്ടറിയിലേക്ക് വായിച്ചുകൊണ്ട് ഇതാ ദീപകിന്റെ അതിമനോഹരമായ ഷോട്ടായിരുന്നു. എങ്കിലും അത് ബൗണ്ടറി കിടക്കുന്നില്ല. ഇതാ വീണ്ടും ഞങ്ങളുടെ സ്വന്തം ക്യാപ്റ്റൻ വിശാൽ ക്രീസിലെത്തിയിരിക്കുകയാണ്. താൻ ഇവിടെ നിന്ന് 6 തന്നെ വായിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതെ ആദ്യ ഷോട്ട് അദ്ദേഹം കൊടുത്തിരിക്കുകയാണ്. അതൊരു 2 ഓടാനാണ് സാധ്യത. അതെ 2 ഓടിയിരിക്കുന്നു. ആവേശജനകമായ ഒരു ഡബിൾ. ഇതാ വീണ്ടും 3 ഓടിയിരിക്കുകയാണ്. 3 ഓടുന്നു. ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി മുറിക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ 4 ഓടി തീർത്തിരിക്കുകയാണ്. അത് തീർന്നോളും. നമ്മുടെ പ്രിയങ്കരനായ ക്യാപ്റ്റൻ വിശാൽ. പന്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഫീൽഡേഴ്സിനോട് താൻ എവിടെയാണ് പന്ത് അടിച്ചിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് നിർദ്ദേശിക്കുകയാണ്. ക്യാപ്റ്റനെയാണ് നമ്മോട് കാണുന്നത്. എത്ര റൺസായി? ഇനി ഇവരുടെ ബാറ്റിംഗ് നടക്കുന്നുണ്ടല്ലേ. എത്ര ബോളാ? അവസാന ഓവർ 4ാം ബോൾ നേരിടുകയാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ. ഈ ബോളും ബൗണ്ടറിയിലേക്ക് പായുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അതെ 6 അല്ലേടാ. കമന്ററി ഒന്നും വേണ്ട ഞാനും